എൽ സി എം എങ്ങനെയാണ് കാണുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൽ സി എം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതാണ് എൽ സി എമ്മിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് നമുക്ക് തരുന്ന നമ്പറുകളുടെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? എൽ സി എം എന്ന് പറയുന്നത്. ഇനി ഇതിന് മലയാളത്തിൽ ലസാഗു എന്നാണ് പറയുക. ലസാഗു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘുത്തമ സാധാരണ ഗുണിതം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലസാഗു എങ്ങനെ കാണാമെന്ന് എക്സാമ്പിൾസിലൂടെ നോക്കാം. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ചെറിയ നമ്പേഴ്സ്, ഇപ്പോൾ 3, 6, 9 അങ്ങനെയുള്ള ചെറിയ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലസാഗു കാണാൻ ഈ 9ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി. അതായത് തന്നിരിക്കുന്ന നമ്പറുകളിൽ വലുതിൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. കാരണം ലസാഗു എന്ന് പറയുന്നത് ഈ 3 നമ്പറിൻ്റെ ലസാഗു എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 9ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ വലുത് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 9 എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും വലുത് ഏതാണ്? 9 ആണ്. അപ്പോൾ 9 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക? ആണ് അല്ലേ? അപ്പോൾ 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക? പക്ഷേ 9 എന്ന് പറയുന്നത് എന്തല്ല? 6ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 9 അല്ല എന്ത് ഇവിടുത്തെ എൽ സി എം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത 9ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. 9ൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? അത് 18 ആണ് അല്ലേ? അപ്പോൾ 18 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിളിലുണ്ടോ നോക്കുക. 6 3 18 ആണ്. അതേപോലെ 6ൻ്റെ ടേബിളിൽ 6 3 18 ആണ്. ഇവിടെ 6 3 18 ആണ്. 9 × 2 9 2 18 ആണ്. അപ്പോൾ നമ്മുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 3 6 9 എന്നുള്ളതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും? 18 ആണെന്ന് കിട്ടും. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെറിയ നമ്പേഴ്സാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് കുറച്ച് വലിയ നമ്പേഴ്സാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് നമുക്കൊരു 12 48 56 ഈ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. ഇവരുടെ 3 പേരുടെ എൽ സി എം ചെയ്യാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതും നമുക്കിങ്ങനെ 56ൻ്റെ മൾട്ടിപ്പിൾസ് 12ൻ്റെ മൾട്ടിപ്പിൾ ആണോ 48ൻ്റെ മൾട്ടിപ്പിൾ ആണോ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ 56 എടുക്കാം. 56 എടുക്കുന്ന സമയത്ത് 12ൻ്റെ മൾട്ടിപ്പിൾ ആണോ? 56 അല്ല അല്ലേ? അതേപോലെ 48ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അതും അല്ല. അപ്പോൾ നമ്മൾ 56ൻ്റെ തൊട്ടടുത്ത മൾട്ടിപ്പിൾ നോക്കുക. 56 × 2 അത് എത്രയാണെന്ന് വരും? 112 ആണെന്ന് വരും. ഈ 112 എന്ന് പറയുന്നത് 12ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 48ൻ്റെയും മൾട്ടിപ്പിൾ അല്ല, പിന്നെ 56ൻ്റെയും മൾട്ടിപ്പിൾ 56ൻ്റെ 2 ടൈംസ് ആണ്. അപ്പോൾ എന്തല്ല? 112 അല്ല. അങ്ങനെ നമുക്ക് ഓരോ 56ൻ്റെ 56 × 2 56 × 3 56 × 4 അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എൽ സി എം കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എൽ സി എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഘടകക്രിയ ചെയ്യുക. ഇതിനെ നമ്മൾ ചെയ്യുന്നതിന് ഘടകക്രിയ ചെയ്യുക എന്നാണ് പറയുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹരിക്കുന്ന പോലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഇപ്പോൾ ഇവിടെ ഇത് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്കിതിനേക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹരിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 6 × 12 ആണ്. 48 എന്ന് പറയുമ്പോൾ 24 × 2 ആണ്. 56 എന്ന് പറയുമ്പോൾ 28 × 2 ആണ്. ഇനി ഇതിനെ വീണ്ടും ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് വീണ്ടും 2ൽ തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 വരും, 12 വരും, 14 വരും. ഇനി ഇത് എന്ന് പറയുന്നത് 3 12 14 ആണല്ലേ? ഇത് 3ഉം കൂടെ വരുന്ന ഒരു നമ്പർ നമുക്ക് ഈ 3 നമ്പറിനെ കൂടെ നമുക്ക് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ 2 നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. 3ഉം 12 3ഉം 12 എന്തിൻ്റെ ടേബിളിലുണ്ട്? 3ൻ്റെ ടേബിളിലുണ്ട്. 3ൽ 3 ഒരു തവണ, 4ൽ 3 എന്ന് പറയുമ്പോൾ 12ൽ 3 എന്ന് പറയുമ്പോൾ 4 തവണ. ഈ 14 അങ്ങനെ തന്നെ ഇറക്കിയിടുക. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് കിട്ടി 4ഉം 14ഉം കിട്ടി. 4ഉം 14 എന്തിൻ്റെ ടേബിളിലുണ്ട്? 2ൻ്റെ ടേബിളിലുണ്ട് അല്ലേ? അപ്പോൾ 1 അങ്ങനെ ഇറക്കിയിട്ടു. 2 × 2 4 7 × 2 14. അപ്പോൾ നമുക്ക് 1 2 7 കിട്ടി. ഇനി 1 2 7 കിട്ടി. ഇത് നമുക്ക് ഇനി ഫർദർ ചെയ്യാൻ പറ്റുമോ? കാരണം ഇനി ഫർദർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 2ഉം 7ഉം വരുന്നത്, അല്ലെങ്കിൽ 1ഉം 2ഉം 2ഉം 7ഉം മാത്രം വരുന്ന ഒരു നമ്പേഴ്സോട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 3 2 1 2 7 എന്നുള്ള നമ്പർ കിട്ടി. ഇനി ഇവയുടെ ഈ ടോട്ടൽ ഇവിടെ മുതൽ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? നമ്മുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 12 48 56 എന്ന് പറയുന്നത്. അപ്പോൾ 2 × 2 × 3 × 2 × 1 × 2 × 7 ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × 2 4 4 × 3 12 12 × 2 24 24 × 2 48 48 × 7
336 എന്ന് കിട്ടും. അപ്പോൾ 336 ആണ് എന്ത് നമ്മുടെ ഈ 3 നമ്പേഴ്സിൻ്റെ തന്നിരിക്കുന്ന ഈ 3 നമ്പേഴ്സിൻ്റെയും LCM എന്ന് പറയുന്നത്. ഈ മെത്തേഡ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ 56x2 56x3 അങ്ങനെ ചെയ്തിട്ട് ആ കിട്ടിയിരിക്കുന്ന നമ്പറുകളെല്ലാം 12ൻ്റെയും 48ൻ്റെയും മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? LCM കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സിൻ്റെ LCM എങ്ങനെയാണ് കാണാമെന്ന് നോക്കാം. ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് 0.3 0.12 0.24 ഈ 3 നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ 0.3 ഉണ്ട്, 0.12 ഉണ്ട്, 0.24 ഉണ്ട്. ആദ്യം നമ്മളിതിനേക്ക് എന്ത് ചെയ്യണം? ദശാംശ സംഖ്യയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ നോർമൽ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ശരിക്കും 0.3 എന്ന് പറയുമ്പോൾ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും അല്ലേ? പക്ഷേ ഇത് ഈ 3 പേരുടെയും കൂടെ LCM അല്ലേ 3 പേരുടെയും LCM അല്ലേ നമുക്ക് 3 പേരുടെയും കൂടെയുള്ള LCM അല്ലേ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പോയിൻറ്റിന് ശേഷം അതായത് പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് വരുന്നുണ്ടോ അത്ര പൂജ്യം കൊണ്ട് ഏറ്റവും കൂടുതൽ എത്ര നമ്പേഴ്സാണോ വരുന്നത് അത്രയും 10 അതിൻ്റെ വാല്യൂ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ 0.12 ആണ് അല്ലേ? പിന്നെ അടുത്തത് 0.24. ഇവിടെ രണ്ടവിടെയും പോയിൻറ്റിന് ശേഷം 2 നമ്പേഴ്സാണുള്ളത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 നമ്പേഴ്സിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.3നും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. അതായത് 3 × 100 ആദ്യം ചെയ്യുക. എന്നിട്ട് ഇവിടെ പോയിൻറ്റ് ശേഷം ഒരു നമ്പർ അല്ലേ 3 × 100 ചെയ്യുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. എന്നിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അതേപോലെ ഇവിടെ 12 × 100 ചെയ്യുക. അപ്പോൾ 1200 എന്ന് കിട്ടും. ഇനി പോയിൻറ്റ് ശേഷം 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ 1200 എന്ന് എഴുതിയിട്ട് 2 പൂജ്യം ഇതിന് ശേഷം പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അതേപോലെ 0.24 എന്നല്ലേ × 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 2400 എന്ന് കിട്ടും. 2400 എന്ന് പറയുമ്പോൾ വീണ്ടും പോയിൻറ്റ് 2 0 മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ പോയിൻറ്റ് ശേഷം 2 നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയിട്ട് 2 സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 30 12 24 എന്ന് കിട്ടും. ഇനി ഈ നമ്പേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. ഇവിടെ LCM കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഇവിടെ ഈ 3 നമ്പേഴ്സിലും 30 ആണല്ലേ ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ 30 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ആണോ നോക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 30ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്തിട്ട് അതായത് 30 × 2 60 എടുത്തിട്ട് 12ൻ്റെയും 24ൻ്റെയും മൾട്ടിപ്പിൾ ആണോ നോക്കുക. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 60 എടുക്കുന്ന സമയത്ത് 60 എന്ന് പറയുന്നത് 12ൽ വരും. പക്ഷേ എന്ത് വരില്ല? 24ൽ വരില്ല. അതുകൊണ്ട് അതെന്തല്ല? ഇതിൻ്റെ LCM അല്ല. ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് 30 × 3 90 വരും. 90 എന്ന് പറയുമ്പോൾ 2ൻ്റെയും മൾട്ടിപ്പിൾ അല്ല. 4 × 30 എന്ന് പറയുമ്പോൾ 120 വരും. 120 എന്ന് പറയുന്നത് ഈ 3 മൾട്ടിപ്പിൾ ആവും. പക്ഷേ നമുക്ക് അങ്ങനെ തന്നെ അത്രയും പെട്ടെന്ന് എന്ത് മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? 120 ആണ് ഇതിൻ്റെ LCM എന്ന് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന മാതിരി ഇങ്ങനെ ഘടക ക്രിയ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? LCM കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 എടുത്തു. 2 ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 2 എടുത്തത്. അപ്പോൾ 2 എന്ന് പറയുന്ന സമയത്ത് നമുക്കിവിടെ 15 വരും. 6 12. ഇനി ഇവിടെ 50 6 12 ആണല്ലേ. ഇത് 3 വരുന്നത് ഏതിൻ്റെ ടേബിളിലാണ്? 3ൻ്റെ ടേബിളിൽ വരും അല്ലേ. അപ്പോൾ 5 2 4. ഇനി ഇവിടെ വീണ്ടും 5 2 4 ആണ്. 5ഉം 3 ഒരുമിച്ച് വരുന്ന ഒരു ടേബിളും ഇല്ല. പക്ഷേ 2ഉം 4ഉം വരുന്നത് 2ൻ്റെ ടേബിളിലുണ്ട്. 5 1 2. ഇനി ഫർദർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2 × 3 × 2 × 5 × 1 × 2. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 3 6 6 × 2 12 12 × 5 60 60 × 2 120 എന്ന് കിട്ടും. അപ്പോൾ 120 ആണ് എന്ത് നമ്മുടെ LCM എന്ന് പറയുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഇവിടെ 30യുടെ മൾട്ടിപ്പിൾസ് നോക്കിയിട്ടും കണ്ടുപിടിക്കുക. അതല്ലാതെ ഇങ്ങനെ ഘടകക്രിയ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അതുപോലെ ചെയ്യുക. ഇനി അടുത്തത് 120 എന്ന് കിട്ടിയത് ഇപ്പോൾ എന്തിൻ്റെ LCM ആണ്? LCM ഓഫ് 30 12 24 ഇതിൻ്റെ LCM ആണല്ലേ 120 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 0.3 0.12 0.24ൻ്റെ LCM ആണ്. അപ്പോൾ നമ്മൾ 0.3 0.12 0.24നെ 30 12 24 നോക്കാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ
ഇതിൻ്റെയൊക്കെ എൽ സി എം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ 30, 12, 24 എൽ സി എം ആയിട്ടുള്ള 24 ഇവിടെ എൽ സി എം ആയിട്ടുള്ള 120 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കട്ട് ചെയ്ത് കളയാം. 12/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 എന്ന് കിട്ടും. അപ്പോൾ 1.2 ആണെന്ത് നമ്മൾ 0.3, 0.12, 0.24 എന്നുള്ളതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. നമ്മൾ 1/2, 2/4, 3/6 ഇങ്ങനെ 3 നമ്പേഴ്സ് എടുക്കുക. ഫ്രാക്ഷണൽ വാല്യൂസ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ എൽ സി എം ആണല്ലേ വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ സി എം ഓഫ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂമറേറ്ററിൻ്റെ എന്തായിരിക്കും? ന്യൂമറേറ്ററിൻ്റെ അതായത് അംശം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയുക. അതിൻ്റെ എൽ സി എമ്മും ഡിനോമിനേറ്ററിൻ്റെ അതായത് ഛേദത്തിൻ്റെ HCF ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ എന്താണ് ആദ്യം HCF എന്ന് പറയണം അല്ലേ? HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് HCFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മനസ്സിലാവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് ഈ 3 എണ്ണത്തിലും നമ്മളിപ്പോൾ ഏത് നമ്പറാണോ എടുക്കുന്നത്, ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു 3, 6, 9 തന്നെ കൺസിഡർ ചെയ്യാം. ഈ 3 എണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 3നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എൽ സി എം കാണുന്ന സമയത്ത് വലിയ നമ്പർ എടുത്തിട്ട് അതിൻ്റെ മൾട്ടിപ്പിളാണ് നോക്കിയതെന്നുണ്ടെങ്കിൽ ഇവിടെ HCF കാണാൻ പറഞ്ഞ് ഏറ്റവും ചെറിയ നമ്പർ എടുത്തിട്ട് ആ ചെറിയ നമ്പർ കൊണ്ട് ബാക്കിയുള്ള 2 നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ചെറിയ നമ്പർ ആയിരിക്കും എന്ത്? നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഘടകക്രിയ ചെയ്തിട്ട് 6, 9 ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എൽ സി എം പറഞ്ഞ സമയത്ത് നമ്മളിവിടെ 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും 2 നമ്പേഴ്സിനെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ കോമൺ ആയിട്ടൊരു മൾട്ടിപ്പിൾ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുത്തിട്ട് ഫാക്ടറി ചെയ്തിട്ട് ബാക്കിയുള്ള നമ്പറിനെ അങ്ങനെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം 3 എടുത്തു, 1 എടുക്കുക, 2 എടുക്കുക, 3 എടുക്കുക, ഇത്രേ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ 3 ഇവിടെ ഉണ്ട്. 3, 6, 9 എന്ന് പറയുന്നത് 3ൻ്റെ എന്താണ് ടേബിളിൽ ഉള്ളതുകൊണ്ട് നമ്മൾ 3 എടുത്ത് 1, 2, 3 എന്ന് കൊടുത്തു. പക്ഷേ ഇനി ഇവിടെ ഫർദറായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 3യും എന്തല്ല, 1ഉം 2ഉം 3യും എന്തല്ല, 1ഉം 2നും 3ക്കും എന്തില്ല, ഒരു കോമൺ ആയിട്ടൊരു ഫാക്ടർ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഈ നമ്പർ മാത്രമായിട്ട് എന്ത് എഴുതുക? കാരണം 3 മാത്രമാണ് എന്ത് 3ൻ്റെ 6ൻ്റെ 9ൻ്റെ കോമൺ ഫാക്ടർ ആയിട്ടുള്ളൂ. അപ്പോൾ 3 എന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിൻ്റെ എൽ സി എം എന്നാണല്ലേ പറഞ്ഞത്. ന്യൂമറേറ്ററിൻ്റെ എൽ സി എം എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന് പറയുന്നതിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതേതായിരിക്കും? 1, 2, 3 ആണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഉള്ളത് കൊണ്ട് ഇനി 1ന് നോക്കേണ്ട ആവശ്യമില്ല. 2ഉം 3യും നോക്കുക. 2ലും 3ലും വരുന്ന ലീസ്റ്റ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? അത് 6 ആണ് അല്ലേ. അപ്പോൾ 6. ഇനി താഴെയുള്ള നമ്പറിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ HCF ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിനോമിനേറ്ററിൻ്റെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 2ലും 4ലും 6ലും ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ഏത് മാത്രമേ വരുള്ളൂ? 2. അപ്പോൾ 6/2 = 3 എന്ന് വരും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ എന്ത് കണ്ടുപിടിക്കുക? ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ 1നും 2നും 3ക്കും കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ 1 എന്ന് പറയുന്നത് എല്ലാ നമ്പേഴ്സിൻ്റെ എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമുക്ക് എല്ലാ നമ്പേഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ 1 എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 1, 2, 3 തന്നെയല്ലേ വരിക. അതുകൊണ്ടാണ് നമ്മൾ 1 എപ്പോഴും എന്തായിട്ട് ഫാക്ടറായിട്ട് കണക്കാക്കാത്തത്. ഓക്കെ.